ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ ക്ലാസ് ഓഫ് CMA Studyzone. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബിസിനസ് ലോ ആൻഡ് എത്തിക്സിലെ ഫസ്റ്റ് മോഡ്യൂളിലെ കുറച്ച് റൈറ്റ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ദെൻ അടുത്തത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രിസണേഴ്സ് റൈറ്റ് മുതലാണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിലെ ഡബിൾ ജിയോപാഡിയെക്കുറിച്ച് ഒന്നും കൂടി പറയാം. ഡബിൾ ജിയോപാഡി എന്ന് പറയുമ്പോൾ നോ പേഴ്സൺ ഷാൾ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. സെയിം ഒഫൻസിന് തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാനും പണിഷ് ചെയ്യാനും പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ദ പ്രൊട്ടക്ഷൻ ഈസ് നോട്ട് അവൈലബിൾ. ഈ ഒരു പ്രൊട്ടക്ഷൻ എവിടെ അവൈലബിൾ ആവില്ല? ഡിപ്പാർട്ട്മെൻറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിന് മുമ്പാകെയുള്ള നടപടി അല്ലെങ്കിൽ വിചാരണയ്ക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അതിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്തെങ്കിലും അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ കോർട്ടിലും ആളെ ശിക്ഷിക്കും. അതുപോലെ തന്നെ ഒന്നെങ്കിൽ സസ്പെൻഷൻ അങ്ങനത്തെ വല്ല ഡിപ്പാർട്ട്മെൻറ്റലായിട്ട് എന്തെങ്കിലും പ്രൊസീഡിങ്സും നടക്കും. നെക്സ്റ്റ് പ്രിസണേഴ്സ് റൈറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. പ്രിസണർ എന്ന് പറഞ്ഞാൽ തടവുകാരൻ. നമ്മൾ കുറേ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് മർദ്ദിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു പ്രിസണർ പോലീസിൻ്റെ മർദ്ദനം കൊണ്ട് മരണപ്പെടുകയാണെങ്കിൽ ആളുടെ ഫാമിലിക്ക് കോമ്പൻസേഷൻ കിട്ടും എന്നാണ് പറയുന്നത്. The court held that if the prisoner died due to beating by police officer, his family is entitled to compensation. കാരണം പ്രിസണർ ആണെന്നും പറഞ്ഞ് ആളും മനുഷ്യൻ തന്നെയാണ്, അപ്പോൾ ഒരു റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 21A. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, കമ്പൽസറി എഡ്യൂക്കേഷൻ്റെ കാര്യം. നെക്സ്റ്റ് പോയിൻ്റാണ്, ജസ്റ്റ് അതിൻ്റെ കൂടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, പോയിൻ്റ് ഇടാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 21A ഡിക്ലെയർ ചെയ്യണത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഓഫ് 6 to 14 ഇയേഴ്സ്. നമ്മൾ പറഞ്ഞു 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു റൈറ്റാണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അടുത്തത് റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷേ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇവിടെ പറയുന്നത്. പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ എന്ന് പറഞ്ഞാൽ മനുഷ്യക്കടത്ത്, പിന്നെ ലേബേഴ്സിനെ അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒരു ചൂഷണം എന്ന് പറയാം. അതുമാത്രമല്ല മനുഷ്യരെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുക, അതുപോലെ തന്നെ അവരെ മാക്സിമം ചൂഷണം ചെയ്യുക, മാനസികമായിട്ടും ഫിസിക്കലായിട്ടൊക്കെ ചൂഷണം ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നതാണ്. ദിസ് റൈറ്റ് ഈസ് അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺ ആൻഡ് ഇറ്റ് പ്രൊട്ടക്റ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ സിറ്റിസൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ സിറ്റിസൺ ആയാലും ഈ ഒരു റൈറ്റ് എല്ലാ ഇൻഡിവിജ്വലിനും ഉണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെയും ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക് എന്ന് വെച്ചാൽ മനുഷ്യക്കടത്ത് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചൂഷണം ചെയ്യാനോ പാടില്ല. അവർക്ക് അതിൽ നിന്നും റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹൗഎവർ ദ സ്റ്റേറ്റ് മേ ഇമ്പോസ് കമ്പൽസറി സർവീസ് ഫോർ പബ്ലിക് പർപ്പസ് വിച്ച് ആർ മിലിറ്ററി സർവീസ് ഓർ സോഷ്യൽ സർവീസ്. മിലിറ്ററി സർവീസ് അല്ലെങ്കിൽ സോഷ്യൽ സർവീസ്, ഇവർക്ക് ഒരു കമ്പൽസറി സർവീസ് ഇമ്പോസ് എന്ന് വെച്ചാൽ ഇവരെ നിർബന്ധമായിട്ടും ആ ഒരു ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. മിലിറ്ററി സർവീസ് ആണെങ്കിലും ആ ഒരു സർവീസ് നിർബന്ധമായിട്ടും ചെയ്തേ പറ്റുള്ളൂ. അതാണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ സർവീസ് ആണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം. അവിടെ ഒരു ഫോഴ്സ്ഡ് ലേബർ എന്നുള്ളൊരു കാര്യം ഇല്ല, അവിടെ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14 ഇയേഴ്സ് ഇൻ എനി ഫാക്ടറി, മൈൻ ഓർ അതർ ഹസാർഡിയസ് ആക്ടിവിറ്റീസ് ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്രൊഹിബിറ്റ് ദയർ എംപ്ലോയ്മെൻറ്റ് ഇൻ എനി ഹാംലെസ് ഇന്നോസെൻറ്റ് വർക്ക്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 14 ഇയേഴ്സിന് താഴെയുള്ള ചിൽഡ്രൻ ഉണ്ടായിരിക്കുമല്ലോ, ഇവർക്ക് ഹസാർഡിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടം ഉള്ള ജോലി ചെയ്യാൻ
പ്രൊഹിബിറ്റഡ് ആണ്. കാരണം ഒരു കുട്ടി ഇപ്പോൾ 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി പോലും ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പാടില്ല, അത് പറയുന്നുണ്ട്. മൈൻ, പിന്നെന്താ ക്വാറീസ്, പിന്നെ ഹസാഡിയസ് ആയിട്ടുള്ള അങ്ങനെ വലിയ വലിയ ഫാക്ടറീസ്, വലിയ വലിയ മെഷീൻസ് കൈകാര്യം ചെയ്യുക, കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ 14 ഇയേഴ്സിന് താഴെയുള്ള ചിൽഡ്രൻ അത് ചെയ്യാൻ പാടില്ല, പ്രൊഹിബിറ്റഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഹാംലെസ് ആയിട്ടുള്ള വർക്ക് ചെയ്യാം, അത് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഹാംലെസ് ആയിട്ടുള്ള വർക്ക് മീൻസ് അതാണ് ഹാംലെസ് ഇന്നസെൻറ്റ് വർക്ക് എന്ന് വെച്ചാൽ അധികം ഡേഞ്ചറസ് അല്ലാത്ത ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 25, ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇവിടെ പറയുന്നത് ഓൾ ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈക്വലി എൻറ്റൈറ്റിൽഡ് ആണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ളൊരു അവകാശമുണ്ട്. എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് കൺസൈൻസ്, മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിനും, പിന്നെ മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ഫ്രീഡം ടു പ്രൊഫസ്. പിന്നെ ഫ്രീഡം ടു പ്രൊപ്പഗേറ്റ്, മതത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഫ്രീഡം എല്ലാവർക്കും തുല്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് റൈറ്റ് ടു പ്രാക്ടീസ്, മതം ആചരിക്കാനുള്ള റൈറ്റും എല്ലാവർക്കും ഈക്വലായിട്ടുണ്ട് എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ 25 പറയുന്നത്. ഈ ഒരു റൈറ്റ് എല്ലാവർക്കും അവൈലബിൾ ആണെന്നും പറയുന്നുണ്ട്. അടുത്തത് പറയുന്നത് ആർട്ടിക്കിൾ 26 ആണ്. ഇതിലും റിലീജിയൻ പരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എവറി റിലീജിയൻസ് ഡിനോമിനേഷൻ ഓർ എനി ഓഫ് ഇറ്റ് സെക്ഷൻ ഷാൽ ഹാവ് ദി ഫോളോയിങ് റൈറ്റ്. ഏതെങ്കിലും റിലീജിയനോ അല്ലെങ്കിൽ അതിൻ്റെ ഡിനോമിനേഷൻസ് കുറേ ഉണ്ടായിരിക്കുമല്ലോ, അപ്പം അവർക്ക് ഫോളോയിങ് റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തെ, ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്. ചാരിറ്റബിൾ പർപ്പസിനും റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത്, ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫെയേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഫെയേഴ്സ് അത് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത്, ടു ഓൺ ആൻഡ് അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇപ്പോൾ മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്ക് മൂവബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആയിക്കോട്ടെ പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ അക്വയർ ചെയ്യുക, വാങ്ങിക്കാനുമുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത്, ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ലോ പ്രകാരം ആ ഒരു പ്രോപ്പർട്ടി അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റും ഇവർക്കുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ 26 പ്രകാരം റിലീജിയൻ ഡിനോമിനേഷൻ ഓരോ മതത്തിനുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആർട്ടിക്കിൾ 27. The state should not spend the public money collected by way of tax for the promotion or maintenance of any particular religion. ഏതെങ്കിലും മതത്തിൻ്റെ ആവശ്യത്തിനായിട്ട് സ്റ്റേറ്റ് കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് എമൗണ്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ റിലീജിയൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ ആ ഒരു മതത്തിൻ്റെ പർട്ടിക്കുലർ മതത്തിൻ്റെ എന്തെങ്കിലും മെയിൻ്റനൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷനോ വേണ്ടിയിട്ട് ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 28. No religious instruction shall be provided in any education institution wholly maintained out of the state fund. അതാണ് ഇമ്പോർട്ടൻറ്റ്. wholly maintained out of state fund എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഫണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിന് കീഴിൽ മുഴുവനായിട്ടും എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിലീജിയസ് പരമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വല്ല ട്രസ്റ്റിൻ്റെ കീഴിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻഡോമെൻറ്റ് മീൻസ് ധനസഹായമൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലൊക്കെ പ്രവർത്തിക്കുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ റിലീജിയസ് പരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ മതത്തിൻ്റെ കീഴിലായിരിക്കും ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ അവിടെ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 29 ആണ്. അതിൽ പറയുന്നത്
any section of the citizen residing in the territory of India or any part of thereof having a distinct language, script, culture its own shall have the right to conserve the same. No citizen shall be denied admission into any educational institution. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ചില ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള സ്ക്രിപ്റ്റ്, ലിപി, അങ്ങനെയൊക്കെ പറയും, ഭാഷ, സ്ക്രിപ്റ്റ്, കൾച്ചറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാനുള്ള റൈറ്റ് കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫണ്ടിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ഈ ഒരു കാര്യം ബാധകമാണെന്നാണ് പറയുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 30. The right of minorities to establish and administer educational institutions. All minorities, whether based on religion or language, shall have the right to establish and administer educational institution of their choice. എന്ന് പറഞ്ഞാൽ റിലീജിയൻ ബേസ്ഡോ ലാംഗ്വേജ് ബേസ്ഡോ ആയിട്ടുള്ള മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ 30 പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് പറയുന്നത്, ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഇൻ ഗ്രാൻറ്റിംഗ് എയ്ഡ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് അണ്ടർ ദി മാനേജ്മെൻറ്റ് ഓഫ് മൈനോറിറ്റി വിഭാഗത്തിൽ പെട്ടു എന്ന് കരുതി അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. എപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സഹായം കൊടുക്കണ ഒരു സമയത്ത് അല്ലെങ്കിൽ ഫണ്ടിന് ഷോർട്ടൊക്കെ വരുമ്പോൾ ഗവൺമെൻറ് ഗ്രാൻറ്റൊക്കെ കൊടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് മൈനോറിറ്റി വിഭാഗത്തിൽ പെട്ടു എന്ന് കരുതി ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. പിന്നെ ആർട്ടിക്കിൾ 31 കറൻ്റ്ലി റിപ്പീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ ആർട്ടിക്കിൾ 300A എന്നും പറഞ്ഞിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ 31 ഇപ്പോൾ ഇല്ല, അത് റിപ്പീൽ ചെയ്തു. അത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ആ ഒരു ആർട്ടിക്കിൾ ഡീൽ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ റീനെയിം ചെയ്തപ്പോൾ അത് ഡീൽ ചെയ്യുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആൻഡ് ഇറ്റ്സ് കമ്പൽസറി അക്വിസിഷൻ, ആ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അടുത്തത് ആർട്ടിക്കിൾ 32, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ ഒരു റൈറ്റ് നമ്മൾ മുന്നേ ഫണ്ടമെൻ്റൽ റൈറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. എന്തെങ്കിലും നമ്മുടെ മൗലിക അവകാശത്തിന് എന്തെങ്കിലും ലംഘനം അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ കോടതി മുഖേന നമുക്ക് പരിഹാരം നേടാനുള്ള റൈറ്റ് ഉണ്ടെന്ന് നമ്മളന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നമ്മുടെ റൈറ്റിന് എന്തെങ്കിലും ലംഘനം ഉണ്ടായാൽ നമുക്ക് സുപ്രീം കോടതി വഴി വേണ്ട നടപടി സ്വീകരിക്കാം എന്നാണ് പറയുന്നത് ഈ ഒരു ആർട്ടിക്കിൾ 32 പ്രകാരം. നമ്മൾ ഈ ആർട്ടിക്കിളിൻ്റെ പേരും ജസ്റ്റ് നമ്പറും ആ ഒരു ആർട്ടിക്കിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് മീനിങ് മാത്രം നോക്കി വയ്ക്കുക. കാരണം ഇത് MCQയിലായിരിക്കും ചോദിക്കുക. അപ്പോൾ MCQയിൽ ചോദിക്കുമ്പോൾ നമുക്കൊരു വേർഡ് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക, കാരണം ഇത് MCQയിലാണ് വരാറ്. അടുത്തത് സോഴ്സസ് ഓഫ് ലോ ആണ്. സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സസ് ഒക്കെ എവിടെ നിന്നാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മേജറായിട്ട് മൂന്ന് സോഴ്സസ് ഓഫ് ലോ ആണുള്ളത്. ആദ്യത്തെ കസ്റ്റം, രണ്ടാമത്തെ ജുഡീഷ്യൽ പ്രസിഡൻറ്റ്, മൂന്നാമത്തെ ലെജിസ്ലേഷൻ. ഇതിലെ ജുഡീഷ്യൽ പ്രസിഡൻറ്റിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ശ്രദ്ധിക്കുക. ഇനി ആദ്യത്തെ എന്താണ് കസ്റ്റം? കസ്റ്റം എന്ന് പറയുമ്പോൾ ആചാരം എന്ന് പറയാം. ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള ആചാരങ്ങളുണ്ടായിരിക്കും. ആ ആചാരങ്ങൾ പിന്നെ അതൊരു ലോ ആയിട്ട് മാറാറുണ്ട്. അങ്ങനെ ഒരു കസ്റ്റം ലോ ആയിട്ട് മാറണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. കസ്റ്റം must be observed continuously for a very long time without any interruption
ഒരു തടസ്സം കൂടാതെ ഒരുപാട് കാലമായിട്ട് ആചരിച്ച് വരുന്നതാണെങ്കിൽ അതൊരു കസ്റ്റമാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ഓൾസോ ബി സപ്പോർട്ടഡ് ബൈ ദി ഒപ്പീനിയൻ ഓഫ് ദി ജനറൽ പബ്ലിക്. ജനറൽ പബ്ലിക്കിൻ്റെ ഒപ്പീനിയനും അവിടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ ജനറൽ പബ്ലിക്കും കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ആ ഒരു കസ്റ്റം ആചരിക്കപ്പെടുള്ളൂ. അതുപോലെ തന്നെ അതൊരു മോറലായിരിക്കണം. പിന്നെ എവറി കസ്റ്റം നീഡ് നോട്ട് ബിക്കം ലോ. എല്ലാ കസ്റ്റവും എന്താവില്ല, ലോ ആവണമെന്നില്ല. ചില കസ്റ്റം മാത്രമാണ് പിന്നീട് എന്തായിട്ടുള്ളൂ, ലോ ആയിട്ടുള്ളൂ, നിയമം ആയിട്ടുള്ളൂ. ലീഗൽ കസ്റ്റം മേ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു. ലീഗൽ കസ്റ്റത്തെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ജനറൽ കസ്റ്റം, രണ്ടാമത്തെ ലോക്കൽ കസ്റ്റം. ജനറൽ കസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഒരു സ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗത്തും ആചരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു കൺട്രിയിലെ എല്ലായിടത്തും ആചരിക്കുന്നതായിരിക്കും ആ ഒരു ജനറൽ കസ്റ്റം എന്ന് പറയുമ്പോൾ. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അറിയണ ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു, അപ്പോൾ നമ്മൾ ഷേക്ക് ഹാൻഡ് കൊടുക്കില്ലേ? ഈ ഒരു കാര്യം ഒരുവിധം എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ജനറലി നമ്മൾ ചെയ്യുന്നൊരു കസ്റ്റമാണെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ആന്തം ചൊല്ലുമ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കും. ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ജനറലി ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അതാണ് ജനറൽ കസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോക്കൽ കസ്റ്റം എന്ന് പറയുമ്പോൾ ലോക്കൽ കസ്റ്റം അപ്ലിക്കബിൾ ടു എ പാർട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഓർ റിലീജിയൻ ഓഫ് ദി കൺട്രി. ഈ ഒരു ലോക്കൽ കസ്റ്റം എല്ലാവരും ആചരിക്കണം എന്നില്ല. ഒരു സ്റ്റേറ്റിലെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ ഒരു മതത്തിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ എല്ലാ മതക്കാർക്കും ഒരേ കസ്റ്റമല്ലല്ലോ, പല പല കസ്റ്റം ആചാരങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ഈ ലോക്കൽ കസ്റ്റത്തിൽ പെടും. അതുപോലെ തന്നെ ചില ഫെസ്റ്റിവൽസ് എല്ലാ ഭാഗങ്ങളിലും ഒരേപോലത്തെ ഫെസ്റ്റിവൽ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും പല പല രീതിയിലായിരിക്കും ഫെസ്റ്റിവൽ. അപ്പോൾ അതാണ് ലോക്കൽ കസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് കൺവെൻഷണൽ കസ്റ്റംസ് ആണ്. കൺവെൻഷണൽ കസ്റ്റം എന്ന് പറയുമ്പോൾ സമ്പ്രദായപരമായിട്ടുള്ള ആചാരങ്ങൾ. ഇപ്പോൾ അതിൽ പറയുന്നു, ബൈൻഡിങ് ഓൺ ദ പാർട്ടീസ് ടു ആൻ അഗ്രിമെൻറ്റ്. പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും അവിടെ. വെൻ 2 or more persons enter into an agreement related to a ട്രേഡ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് വ്യക്തികൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക, അതിനെയൊക്കെ ഒരു കൺവെൻഷണൽ കസ്റ്റത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ പറയുന്നു, ഇത് എക്സിസ്റ്റൻസ് ഫോർ എ ലോങ് ടൈമായിട്ട് അത് എക്സിസ്റ്റൻ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കൺവെൻഷണൽ കസ്റ്റമായിട്ട് പറയാം. ഇവിടെ ബിയോണ്ട് ഹ്യൂമൻ മെമ്മറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ വേർഡ് ഉദ്ദേശിക്കുന്നത് അത്രയും കാലം മുന്നേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾ മുന്നേ മുതലേ ഒരു നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം ആണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റീസണബിൾനെസ്. എ കസ്റ്റം മസ്റ്റ് കൺഫേം ദ നോംസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി ഷുഡ് ബി ബേസ്ഡ് ഓൺ റാഷണാലിറ്റി ആൻഡ് റീസൺ. ഇതിലെന്താ പറയണമെന്ന് വെച്ചാൽ ഏതൊരു കസ്റ്റമാണെങ്കിലും അവിടെ നീതി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു കസ്റ്റം യുക്തിയുടെയും ന്യായത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം. അങ്ങനെ അല്ലാത്ത കസ്റ്റം നിലനിർത്തിയിട്ട് ഒരു ലോ പോലെ നിലനിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് കസ്റ്റം ഈസ് ലൈക്ലി ടു കോസ് മോർ ഇൻകൺവീനിയൻസ് ആൻഡ് മിസ്ചീഫ് ദാൻ കൺവീനിയൻസ് സച്ച് കസ്റ്റം വിൽ നോട്ട് ബി വാലിഡ്. എന്ന് പറഞ്ഞാൽ സൗകര്യത്തെക്കാളേറെ അസൗകര്യമാണ് ഉണ്ടാക്കുന്നത് ഒരു കസ്റ്റം. ആ ഒരു കസ്റ്റം നിലനിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ലോ പോലെ അതൊരു പിന്തുടർന്നിട്ട് കാര്യമില്ല. വിൽ നോട്ട് ബി വാലിഡ് എന്നാണ് പറയുന്നത്. അത് വാലിഡ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റം എന്തായിരിക്കണം? ജസ്റ്റിസ്, പിന്നെ റാഷണാലിറ്റി ഉണ്ടായിരിക്കണം, ഒരു റീസൺ ഉണ്ടായിരിക്കണം, പിന്നെ മോറലായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണ് റീസണബിൾനെസ് കൊണ്ട് പറയുന്നത്. അടുത്തത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എ കസ്റ്റം ടു ബി വാലിഡ് ഷുഡ് ഹാവ് ബീൻ ഇൻ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഒരു കസ്റ്റം വാലിഡ് ആവണമെങ്കിൽ അല്ലെങ്കിൽ ലോ ആയിട്ട് നമ്മൾ പറയണമെങ്കിൽ അതെന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിരിക്കണം, തുടർച്ചയായിട്ട് പിന്തുടരുന്ന ഒരു കാര്യമായിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എൻജോയ്ഡ് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ഇൻട്രപ്ഷൻ. ഒരു തടസ്സം കൂടാതെ അത് എൻജോയ് മീൻസ് അത് ഒരു തടസ്സം കൂടാതെ പിന്തുടരുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കണം.
ഒരു കസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ് കണ്ടിന്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മൊറാലിറ്റി. എ കസ്റ്റം വിച്ച് ഈസ് ഇമ്മോറൽ ഓർ ഒപ്പോസ്ഡ് പബ്ലിക് പോളിസി ക്യാൻ ബി എ വാലിഡ് കസ്റ്റം. ഒരു കസ്റ്റം ഇമ്മോറലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത് പബ്ലിക് പോളിസിക്ക് ഒപ്പോസ്ഡ് ആണ് എന്ന് വെച്ചാൽ പബ്ലിക് പോളിസിക്ക് എതിരെ ആയിട്ടുള്ള ഒരു കസ്റ്റമാണെന്ന് വിചാരിക്കുക. അതൊരിക്കലും വാലിഡ് ആയിട്ടുള്ള ഒരു കസ്റ്റം അല്ല. ദ കസ്റ്റംസ് പ്രാക്ടീസ് ഓഫ് ചൈൽഡ് മാരേജ് ഹാസ് ബീൻ ഡിക്ലെയർ ആസ് ഒഫൻസ്. നമുക്കറിയാം പണ്ട് കാലങ്ങളിലെ ചൈൽഡ് മാരേജ് നിലനിന്നിരുന്നു. അത് പിന്നെ ഒപ്പോസ് ചെയ്തു. കാരണം ചൈൽഡ് മാരേജ് എന്ന് പറയുമ്പോൾ അതൊരു ഒഫൻസാണ്, അത് പാടില്ലാത്തൊരു കാര്യമാണ് ശൈശവ വിവാഹം എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഒരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ളൊരു കസ്റ്റമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മാരേജിനെ ഇത്ര ഏജിലെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം വന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റം എന്താണെന്ന് പറഞ്ഞു. ലീഗൽ കസ്റ്റത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ജനറലും ലോക്കലും അത് പറഞ്ഞു. കൺവെൻഷനൽ പറഞ്ഞു. റീസണബിൾനെസ് പറഞ്ഞു. കണ്ടിന്യൂസും മൊറാലിറ്റിയും പറഞ്ഞു. അങ്ങനെ കസ്റ്റത്തിൻ്റെ ഏരിയ നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്തത് പറയുന്നത് ജുഡീഷ്യൽ പ്രസിഡൻ്റ് ആണ്. ജുഡീഷ്യൽ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു പ്രീവിയസ്ലി ഡിസൈഡഡ് ജഡ്ജ്മെൻറ്റ്. ഇത് മുൻപ് തീരുമാനിച്ചിട്ടുള്ള വിധി ന്യായങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് ഇവിടുത്തെ ജഡ്ജിമാരെ നീതിന്യായപരമായിട്ടുള്ള തീരുമാനങ്ങൾ പിന്തുടരാനും ബാധ്യസ്ഥരാണെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നു ജുഡീഷ്യൽ ഡിസിഷൻസ് ക്യാൻ ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് 2 പാർട്സ്. അതിലാദ്യത്തെ റേഷ്യോ ഡിസൈഡഡും പിന്നെ ഒബിറ്റർ ഡിക്റ്റും. അപ്പോൾ സ്പെല്ലിങ് ശ്രദ്ധിക്കുക. റേഷ്യോ ഡിസൈഡഡ് എന്ന് പറയുമ്പോൾ റിഫേഴ്സ് ടു ദി ബൈൻഡിങ് പാർട്ട് ഓഫ് എ ജഡ്ജ്മെൻറ്റ്. ലിറ്റററി മീൻസ് റീസൺ ഫോർ എ ഡിസിഷൻ. ഏതൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു റീസൺസ് ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു റേഷ്യോ ഡിസൈഡഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോടതി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു റീസൺസ് ജനറൽ പ്രിൻസിപ്പിളായിട്ട് കൺസിഡർ ചെയ്യും. കാരണം ഭാവിയിൽ വരുന്ന കേസസിന് ഈ ഒരു ജനറൽ പ്രിൻസിപ്പിൾ കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ ഒരു കേസിൽ നിന്ന്. അത് ഭാവിയിലെ കേസ് നടക്കുമ്പോൾ അതിലും ഇത് ഉപയോഗിക്കും എന്നല്ല, ബന്ധപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കേസ് നടക്കുകയാണെങ്കിൽ അതിനോട് സിമിലറായിട്ട് മുന്നേ വന്നിട്ടുള്ള കേസസൊക്കെ നമ്മൾ എടുത്ത് നോക്കാറുണ്ട്. ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റേഷ്യോ ഡിസൈഡഡ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ബൈൻഡിങ് പാർട്ട് ഓഫ് എ ജഡ്ജ്മെൻറ്റ് ലിറ്റററി മീൻസ് റീസൺ ഫോർ എ ഡിസിഷൻ. അത് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഒബിറ്റർ ഡിക്റ്റം ആണ്. അതിൻ്റെ സ്പെല്ലിങ് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. റിഫേഴ്സ് ടു പാർട്സ് ഓഫ് judicial decision that are general observation judges and do not have any binding authority. നേരത്തെ നമ്മൾ പറഞ്ഞു റീസൺ ഫോർ എ ഡിസിഷനാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നത് ഒബ്സർവേഷനാണ്. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ പൊതുവായിട്ട് നമ്മൾ നിരീക്ഷിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ആ കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ജനറൽ ഒബ്സർവേഷൻ എന്നുള്ളൊരു വേർഡ് ഇവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ അതിൽ പറയുന്നുണ്ട് ഡു നോട്ട് ഹാവ് എനി ബൈൻഡിങ് അതോറിറ്റി. അപ്പോൾ നമ്മൾ റേഷ്യോ ഡിസൈഡഡിൽ പഠിച്ചത് ബൈൻഡിങ് പാർട്ട് ഓഫ് എ ജഡ്ജ്മെൻ്റ് എന്നാണ്. പക്ഷേ ഒബിറ്റർ ഡിക്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ ഡു നോട്ട് ഹാവ് എനി ബൈൻഡിങ് അതോറിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ MCQ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരും. അതുപോലെ തന്നെ ഹയർ ജുഡീഷ്യറിയുടെ ഒബിറ്റർ ഡിക്റ്റം, ഈ ഒരു ലോവർ കോർട്ട് ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ലോവർ കോർട്ട് വേണ്ടത്ര കൺസിഡറേഷൻ കൊടുക്കും. അപ്പോൾ ലോവർ കോർട്ടിൽ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഹയർ ജുഡീഷ്യറിയുടെ ഒബിറ്റർ ഡിക്റ്റം കൂടിയും പരിഗണിക്കും, എന്നിട്ടാണ് നോക്കുക. അപ്പോൾ ഈ ഒരു ഒബിറ്റർ ഡിക്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ ഒബ്സർവേഷനാണ്. ഏതൊരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ജനറലായിട്ട് കുറച്ച് നിരീക്ഷണം അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലെജിസ്ലേഷനാണ്. ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണമാണ്. അപ്പോൾ അത് 2 തരത്തിലുണ്ട്. പ്രൈമറി ലെജിസ്ലേഷൻ ഉണ്ട്. പ്രൈമറി ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ സുപ്രീം അതോറിറ്റി ഡയറക്റ്റായിട്ട് ഒരു നിയമം നിർമ്മിക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രൈമറി ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ സുപ്രീം അതോറിറ്റി ആയിരിക്കില്ല
ആ ഒരു സുപ്രീം അതോറിറ്റിയുടെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. അവരായിരിക്കും ഈ ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള അതോറിറ്റീസ് ഉണ്ടായിരിക്കും, അവരാണ് ലോ മേക്ക് ചെയ്യുക. പക്ഷെ അതിൻ്റെ കൺട്രോൾ അല്ലെങ്കിൽ അധികാരം ആർക്ക് തന്നെയായിരിക്കും? സുപ്രീം അതോറിറ്റിക്ക് തന്നെയായിരിക്കും. അടുത്തത് ലോക്കൽ ലോസ് എന്താന്ന് പറയുന്നുണ്ട്. ഇൻ സം കൺട്രീസ് ലോക്കൽ ബോഡീസ് ആർ റെക്കഗ്നൈസ്ഡ് ആൻഡ് കൺഫേം വിത്ത് ലോ മേക്കിംഗ് പവേഴ്സ്. ചില രാജ്യങ്ങളിലെ ലോക്കൽ ബോഡീസിനും ലോ മേക്കിങ്ങിനുള്ള പവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ലോ മേക്കിംഗ് ബൈ എക്സിക്യൂട്ടീവ്. സുപ്രീം അതോറിറ്റി എനാക്ട് ചെയ്തിട്ടുള്ള ലോ ഏതെങ്കിലും ഒരു അതോറിറ്റിയിലെ അത് വെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നും എല്ലാ മേഖലകളിലേക്കും ഇതെന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ വാരിയസ് ഓർഗൻസ് മീൻസ് സ്റ്റേറ്റിൽ തന്നെ ഒരുപാട് മേഖലകളുണ്ടായിരിക്കും, ഇവിടേക്ക് ഈ ലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. പ്രൈമറി ലെജിസ്ലേഷൻ ഈസ് എൻ ആക്ട് ദാറ്റ് ഹാസ് ബീൻ പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ്. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ആക്റ്റാണ് പ്രൈമറി ലെജിസ്ലേഷൻ. ലെജിസ്ലേച്ചറിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും സബോർഡിനേറ്റ് അതോറിറ്റി പാസ്സാക്കിയിട്ടുള്ള നിയമത്തിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി എനാക്ട്മെൻറ്റ്സ് പ്രൊവൈഡ് ഫോർ ദി പവർ ഫോർ മേക്കിംഗ് റൂൾസ് ആൻഡ് ലെജിസ്ലേഷൻ ആൻഡ് ബൈ സബോർഡിനേറ്റ് അതോറിറ്റീസ്. മിക്ക റൂൾസും ലെജിസ്ലേഷൻസും നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? സബോർഡിനേറ്റ് അതോറിറ്റീസിനാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ലെജിസ്ലേറ്റീവ് പ്രോസസ്സ് ഇൻ ഇന്ത്യ. അതിൽ ഒരു 7 പോയിൻ്റ് വരുന്നുണ്ട്, ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. എവറി കൺട്രി ഈസ് ഗവേൺഡ് ബൈ എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ലോ. എല്ലാ രാജ്യവും എവറി കൺട്രി ഈസ് ഗവേൺ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സെറ്റ് ഓഫ് റൂൾസിൻ്റെയും നിയമത്തിൻ്റെയും കുറച്ച് റൂൾസിൻ്റെയും അടിസ്ഥാനത്തിലാണ് എല്ലാ രാജ്യവും ഭരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, ലോ സെർവ്സ് മെനി പർപ്പസസ് സച്ച് ആസ് മെയിൻറ്റെയിനിങ് ഓർഡേഴ്സ്, റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ്, എൻഷുറിംഗ് സേഫ്റ്റി ആൻഡ് ഗ്യാരണ്ടിങ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി റൈറ്റ് ഓഫ് സിറ്റിസൺ. എന്ന് പറഞ്ഞാൽ ഒരു ലോ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ലോ ക്രമസമാധാനം നിലനിർത്താൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ക്രമസമാധാനം നിലനിർത്താനും അതുപോലെ തന്നെ തർക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനും, നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻ്റെ കുറേ റൈറ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, അതെല്ലാം സെക്യൂർ ചെയ്യാനും അവർക്ക് സേഫ്റ്റി കൊടുക്കാനും സേഫ്റ്റി എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ലോ ആർ ബൈൻഡിങ് ഓൺ ഓൾ പീപ്പിൾ റിസൈഡിങ് ഇൻ എ കൺട്രി ഇൻ അഡീഷൻ ടു ദി ഓർഗനൈസേഷൻസ് ആൻഡ് ഗവൺമെൻറ്. ഈ ഒരു രാജ്യത്ത് ബൈൻഡ് ചെയ്തിട്ടുള്ള ലോ എല്ലാവർക്കും ബാധകമാണെന്നാണ് പറയുന്നത്. അത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു ലോ ബാധകമാണ്. അടുത്തത്, നോ ലോ ഇൻ ദ കൺട്രി ക്യാൻ ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ള ഒരു ലോയും ഈ ഒരു രാജ്യത്ത് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ദ പ്രൈമറി സോഴ്സ് ഓഫ് ലോ ഈസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എവറി ലോ ഐദർ സെൻട്രൽ ആക്ട് ഓർ സ്റ്റേറ്റ് ആക്ട് ഓർ എനി അതർ ലോക്കൽ ആക്ട് ഈസ് മെയ്ഡ് അക്കോർഡിംഗ് ടു ദിസ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ലോ. നമുക്ക് പ്രൈമറി സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ സെൻട്രൽ ആക്റ്റും സ്റ്റേറ്റ് ആക്റ്റും അല്ലെങ്കിൽ ലോക്കൽ ആക്റ്റും എല്ലാം ഈ ഒരു പ്രൈമറി സോഴ്സ് ഓഫ് ലോ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. 6th പോയിന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി നെവർ ഓവർ റൈഡൻ ബൈ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓവർ റൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അസാധുവാക്കുക എന്നൊക്കെ നമ്മൾ പറയും. 7th പോയിന്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് ഡൗൺ ദി ഫ്രെയിംവർക്ക് ഫോർ പ്രൊസീജിയേഴ്സ്, പവർ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഗവൺമെൻറ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സെറ്റ് ഔട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൻസ് അലോങ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സും പവറും ഡ്യൂട്ടീസും അതിൻ്റെ എല്ലാം ഒരു ഫ്രെയിം വർക്കാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൻ്റെ ഓരോ റൈറ്റും ഡ്യൂട്ടീസും എല്ലാം ഇതിൽ സെറ്റ് ഔട്ട് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് സ്റ്റെപ്സ് ഓഫ് ലോ മേക്കിംഗ് ആണ്. അപ്പോൾ ലോ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫോർമുലേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പ്രപ്പോസൽ. നമ്മൾ പറഞ്ഞു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണമാണ്. അപ്പോൾ ഈ ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള
പ്രൊപ്പോസൽ ആദ്യം ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൺസേൺഡ് ആയിട്ടുള്ളൊരു മിനിസ്ട്രി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അവർ ഈ ഒരു ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ലെജിസ്ലേഷൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേറ്ററി നോട്ട്സോട് കൂടിയിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെയോ പബ്ലിഷ് ചെയ്യണമെന്നാണ് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ. അടുത്ത സ്റ്റെപ്പ് ഫീഡ്ബാക്ക് ഫ്രം പബ്ലിക്. എപ്പോഴും പബ്ലിക്കിൽ നിന്നും ഫീഡ്ബാക്ക് അറിയണം. ഈ ഒരു പബ്ലിക്കിൻ്റെ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് സ്റ്റെപ്പ് ഈസ് റിഫർ ദി മാറ്റർ ടു ദി മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഇതിൽ പറയുന്നത് ഈ ഒരു വിഷയം മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന് കൈമാറണം. ഈ ഒരു പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെജിസ്ലേഷൻ, അതിൻ്റെ വിഷയം മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന് കൈമാറണം. അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നു സെൻഡ് ഡോക്യുമെൻറ്റ്സ് ടു ദി മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന് റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും സെൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പ്രിപ്പറേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ബിൽ. അതിൽ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഈ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് ആറാമത്തെ സ്റ്റെപ്പിൽ നോട്ട് ടു ക്യാബിനറ്റ് സെക്രട്ടറി. വൺസ് ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അനുമതിക്കായിട്ട് ആ ഒരു ബില്ല് ഒരു നോട്ടിനോടൊപ്പം സമർപ്പിക്കും. അടുത്ത സ്റ്റെപ്പിൽ സജഷൻ ഓഫ് ക്യാബിനറ്റ് ആണ് പറയുന്നത്. ആഫ്റ്റർ approval of the draft, concerned ministry examines the decision of the cabinet for necessary changes suggested. നെസസറി ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രാഫ്റ്റ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിനെ സെൻഡ് ചെയ്യും എന്നാണ് 7th പോയിന്റിൽ പറയുന്നത്. 8th പോയിന്റിൽ പറയുന്നത് അപ്രൂവൽ ഓഫ് ഡ്രാഫ്റ്റ്. ആഫ്റ്റർ ദ അപ്രൂവൽ ഓഫ് ദി ഡ്രാഫ്റ്റ് ഇഫ് നോ സജഷൻ ഈസ് ഗിവൺ ബൈ ദി ക്യാബിനറ്റ്. ഈ ഒരു ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്തതിൻ്റെ ശേഷം ക്യാബിനറ്റ് വേറെ സജഷൻസ് ഒന്നും നൽകാത്ത പക്ഷം ഈ ഒരു കൺസേൺഡ് മിനിസ്ട്രി ഈ ഒരു ഡ്രാഫ്റ്റിൻ്റെ ഒബ്ജക്റ്റും റീസണും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് സമർപ്പിക്കും. അടുത്തത് ഇൻട്രൊഡക്ഷൻ ബിൽ ടു ഹൗസ് ഓഫ് പാർലമെൻറ്റ്. നമുക്കറിയാം പാർലമെൻറ്റിൽ 2 സഭകളുണ്ട്, ലോക്സഭ ആൻഡ് രാജ്യസഭ. ഈ 2 സഭകളിലും ഈ ഒരു ബില്ല് ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് പാസ്സാക്കും. 10ാമത്തെ പോയിൻറ്റ് അസെൻറ്റ് ഓഫ് ദ പ്രസിഡൻറ്റ്. പാർലമെൻറ്റിലെ ആ ഒരു ബില്ല് പാസ്സാക്കിയതിന് ശേഷം അത് പ്രസിഡൻറ്റിൻ്റെ അനുമതിക്കായിട്ട് ആ ഒരു ബില്ല് സമർപ്പിക്കും. ഒന്നെങ്കിൽ പ്രസിഡൻറ്റ് ആ ഒരു ബില്ല് സ്വീകരിക്കും, അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് പ്രസിഡൻറ്റ് ഈ ബില്ല് തിരിച്ചയക്കും. അറ്റ് ലാസ്റ്റ് പ്രസിഡൻറ്റിൻ്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബില്ല് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആയിരിക്കും ഈ ഒരു ബില്ല് ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബില്ലിൻ്റെ കോപ്പീസ് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസറ്റിൽ ഈ ഒരു ബില്ല് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ് ജനറൽ പബ്ലിക്കിന് വിൽക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബില്ല് പ്രിൻ്റഡ് ഫോമിൽ പബ്ലിഷ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണൊരു 11 സ്റ്റെപ്പ് വരുന്നത്. അടുത്തത് ലീഗൽ മെത്തേഡാണ്. അതിൽ ആദ്യത്തെ ലിറ്റിഗേഷൻ അറ്റ് കോർട്ട്. ലിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡിൻ്റെ മീനിങ് വ്യവഹാരം എന്നാണ് അർത്ഥം. ഈ വ്യവഹാരം എന്ന് പറയുമ്പോൾ കോർട്ടിൽ ഒരു കേസ് നടക്കുക അല്ലെങ്കിൽ ഒരു തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രക്രിയ, അതിനെയൊക്കെയാണ് വ്യവഹാരം എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിറ്റിഗേഷൻ ഈസ് ഇനീഷ്യേറ്റഡ് വെൻ വൺ പാർട്ടി ഫയൽ സ്യൂട്ട് അഗെയിൻസ്റ്റ് അനദർ. ഒരു വ്യക്തി മറ്റൊരാൾക്കെതിരെ പരാതിപ്പെടുക. ആ ഒരു സമയത്താണ് ഈ ഒരു ലിറ്റിഗേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. The proceedings are very formal and are governed by rules such as rules of evidence and procedures which are established by impartial judges based on the factual questions of the case and applicable law. എന്ന് പറഞ്ഞാൽ ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊസീഡിങ്സ് ഫോർമലായിരിക്കും, അതുപോലെ തന്നെ റൂൾസ് ഉണ്ടായിരിക്കും ഇതിൽ, അതുപോലെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു പ്രൊസീഡിങ്സ് നടക്കുക.
ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയുടെ ഒരു വിധി നിർബന്ധമാണ്. എന്നിരുന്നാൽ കൂടി ഈ രണ്ട് പാർട്ടീസിനും, ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുള്ള ആ ഒരു രണ്ട് പാർട്ടീസിനും ഹയർ കോർട്ടിലെ അപ്പീലിന് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ലിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ വ്യവഹാരമാണ്. ഒരു പാർട്ടി വേറൊരു പാർട്ടിക്കെതിരെ എന്തെങ്കിലും സ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ആ ഒരു സമയം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ പ്രക്രിയയാണ് നമ്മൾ ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഫോർമലായിരിക്കും. അതുപോലെ തന്നെ റൂൾസും റെഗുലേഷൻസും എവിഡൻസൊക്കെ ബേസ്ഡ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ജഡ്ജിമാരായിരിക്കും. പിന്നെ പറയുന്നത് കോടതി എന്തായാലും വിധി പറയണം. ഇനി രണ്ട് പാർട്ടീസിനും അപ്പീലിന് വേണ്ടിയിട്ട് ഹയർ കോർട്ടിനെ സമീപിക്കാമെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെത്തേഡ്, ADR. ഇതിൽ മെത്തേഡ്സ് ഓഫ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ലിറ്റിഗേഷൻ ത്രൂ കോർട്ട് മുഖാന്തരമുള്ള ലിറ്റിഗേഷൻ ഉണ്ടല്ലോ, കോർട്ടിൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട്, അങ്ങനെ ആ ഒരു കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇതും ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെത്തേഡാണ്. പക്ഷേ കോർട്ട് മുഖാന്തരം ഈ ലിറ്റിഗേഷൻ അല്ലെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ് അല്ല ഇവിടെ വരുന്നത്. ADR എന്ന് പറയുമ്പോൾ ഫ്ലെക്സിബിളാണ്. അതുപോലെ തന്നെ സ്പീഡായിട്ട് വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും, തർക്കങ്ങൾ പരിഹരിക്കും. ആ ഒരു അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണ് ADR എന്ന് പറയുന്നത്. കാരണം ഒരു കോർട്ടിൽ കുറേ കേസസ് കെട്ടിക്കിടന്ന് പാർട്ടീസിനെ വേഗത്തിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ADR സ്പീഡായിട്ട് എല്ലാതും സോൾവ് ചെയ്യും. ഈ ഒരു മെത്തേഡ് ADR എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് സിവിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, ഫാമിലി ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ഇവിടെയൊക്കെ ഈ ഒരു ADR യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ADR യൂസ് ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്ന് പറയുമ്പോൾ വേഗത്തിൽ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കിട്ടും, പ്രശ്നം വേഗത്തിൽ പരിഹരിക്കും. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒത്തുതീർപ്പ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ സെറ്റിൽമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യണത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മോഡിലൂടെയാണ് ഈ ഒരു സെറ്റിൽമെൻറ്റ് നടക്കുക, എങ്ങനെയൊക്കെയാണ്. അതിൽ 4 ടേംസ് പഠിക്കാനുണ്ട്. ഒന്ന് ലോക് അദലറ്റ്, പിന്നെ ആർബിട്രേഷൻ, കൺസീലിയേഷൻ, മീഡിയേഷൻ. ഇവിടുന്ന് MCQ സ്ഥിരം വരാറുണ്ട് ഈ ഒരു ടേംസിൽ. ഒന്നെങ്കിൽ ഇതിൻ്റെ മീനിങ് ചോദിക്കും, എന്നിട്ട് ഇതിൽ ഏത് ഓപ്ഷൻ കൊടുക്കും, ഏതാണെങ്കിൽ നമ്മൾ എഴുതുക, എന്ന് വെച്ചാൽ പിക്ക് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഇതെവിടേക്കാണ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എന്തായാലും MCQs വരാറുണ്ട്. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ആർബിട്രേഷനാണ്. ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു മധ്യസ്ഥത വയ്ക്കുക. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും. ആ തേർഡ് പാർട്ടി വന്നിട്ട് രണ്ട് പാർട്ടീസിൻ്റെയും എവിഡൻസ് വെച്ചിട്ടും എല്ലാം റിവ്യൂ ചെയ്ത് കോമൺ ആയിട്ടുള്ള ഒരു ഡിസിഷൻസിലേക്ക് എത്തും. ഈ ഒരു ഡിസിഷൻ രണ്ട് പാർട്ടീസും, ഇപ്പോൾ ഈ ഒരു കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ടീസ് എന്തായാലും അനുസരിക്കണം. അത് അവർക്കും രണ്ടു പേർക്കും കൂടി ബാധകമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു കോർട്ടിൽ നടക്കുന്നൊരു കേസ് പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പോലെയൊന്നുമല്ല. ജസ്റ്റ് ഒരു മധ്യസ്ഥത വയ്ക്കും, തേർഡ് പാർട്ടി ഉണ്ടായിരിക്കും. തേർഡ് പാർട്ടി എവിഡൻസൊക്കെ വെച്ച് റിവ്യൂ ചെയ്യും. എല്ലാ എവിഡൻസസും റിവ്യൂ ചെയ്ത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡിസിഷൻ അതിലേക്ക് എത്തും. എന്നിട്ട് ഈ രണ്ട് പാർട്ടി എന്നല്ല, ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള പാർട്ടീസൊക്കെ അത് നിർബന്ധമായിട്ടും ആ ഒരു ഡിസിഷൻ എന്ത് ചെയ്യണം, പാലിക്കണം. അതാണ് ഇവിടെ ബോത്ത് സൈഡ് ആൻഡ് എൻഫോഴ്സിബിൾ എന്ന് പറയുന്നത്. ആ ഒരു രണ്ട് പാർട്ടീസും എൻഫോഴ്സിബിൾ ആവും ഈ ഒരു തേർഡ് പാർട്ടി പറയുന്ന ഡിസിഷൻ. ഈ ഒരു ആർബിട്രേഷൻ പ്രോസസ്സ് വോളണ്ടറി ആയിട്ടും അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ട കേസസ് വരാറുണ്ട്. ആർബിട്രേഷന് വേണ്ടിയിട്ട് കോർട്ടിനും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു കേസ് റെഫർ ചെയ്യാമെന്നും പറയുന്നുണ്ട്. അടുത്തത് അഡ്വാൻറ്റേജസ് ആണ്. ഈ ഒരു ആർബിട്രേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫാസ്റ്റർ ദാൻ ലിറ്റിഗേഷൻ ഇൻ കോർട്ട്. കോടതിയിൽ വ്യവഹാരം നടക്കും.
കോടതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, കോടതിയിൽ ഇനീഷ്യൽ സ്റ്റേജിൽ കേസ് ഫയൽ ചെയ്ത് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഈ ഒരു ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും, കോടതിയിൽ കുറേ കേസസ് വരും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഒരു കേസ്, ഒരു ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യണമെങ്കിൽ അത്രയും ടൈം എടുക്കും. അപ്പോൾ ഇവിടെ ഫാസ്റ്റർ ആണെന്നാണ് പറയുന്നത്. ഫാസ്റ്റർ ദൻ ലിറ്റിഗേഷൻ ഇൻ കോർട്ടിലേക്കാട്ടിയും ഫാസ്റ്ററാണ് ഈ ഒരു ആർബിട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് ജനറലി നോൺ പബ്ലിക് ആൻഡ് ക്യാൻ ബി മെയ്ഡ് കോൺഫിഡൻഷ്യൽ. കോൺഫിഡൻഷ്യൽ എന്നുള്ളൊരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ രഹസ്യം എന്നാണ് അർത്ഥം. സീക്രട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ട് വെക്കുക, അതാണ് ഈ ഒരു കോൺഫിഡൻഷ്യൽ എന്നുള്ളൊരു വേർഡ്. അത് ഈ ഒരു ലോ സബ്ജക്റ്റിൽ മാത്രമല്ല എല്ലാത്തിലും കയറി വരാറുണ്ട് ഈ ഒരു കോൺഫിഡൻഷ്യൽ എന്നുള്ളൊരു വേർഡ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ ഒരു ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടീസൊക്കെ ഇൻവോൾവ് ചെയ്യണതാണ്. എന്നിരുന്നാൽ കൂടി ഇത് എന്താണ്, രഹസ്യമാക്കിയിട്ട് കോൺഫിഡൻഷ്യലാണെന്നാണ് പറയുന്നത്. രഹസ്യമാക്കിയിട്ട് വെക്കാൻ പറ്റണം എന്ന് വെച്ചാൽ ഓൾവേസ് ഇതെന്തായിരിക്കും, കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് ആർബിട്രേഷൻ എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻറ്റ് മീൻസ് കരാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ദിസ് മീൻസ് an assessment by the parties to submit to arbitration all or certain dispute which have arisen or which may arisen between them. ഇതെന്ന് പറയുമ്പോൾ ഒരു ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർബിട്രേഷൻ വഴി അത് സോൾവ് ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. ആർബിട്രേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് വഴി സോൾവ് ചെയ്യാനുള്ളൊരു ഒരു എഗ്രിമെൻ്റാണ് ഈ ഒരു ആർബിട്രേഷൻ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് എൻ ആർബിട്രേഷൻ ക്ലോസ്. ഒന്നെങ്കിൽ അതൊരു ആർബിട്രേഷൻ ക്ലോസ് ഒരു ഫോർമലായിട്ടോ, അല്ലെങ്കിൽ ഓർ ഇൻ എ ഫോം ഓഫ് സെപ്പറേറ്റ് എഗ്രിമെൻറ്റ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് പ്രകാരം. ഇപ്പോൾ രണ്ട് പാർട്ടീസിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആർബിട്രേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. വോളണ്ടറി ആണെന്നും പറഞ്ഞു, ചില കേസിൽ അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ അവിടെ ഒരു ആർബിട്രേഷൻ എഗ്രിമെൻറ്റ് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിട്ടേൺ ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആർബിട്രേഷൻ ക്ലോസ് എന്ന് പറയുന്ന ഒരു രീതിയിലും ഈ ഒരു എഗ്രിമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. അടുത്തത് നമ്പർ ഓഫ് ആർബിട്രേറ്റേഴ്സ് ആണ്. ദ പാർട്ടീസ് ആർ ഫ്രീ ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ആർബിട്രേറ്റേഴ്സ്, സച്ച് നമ്പർ നോട്ട് ബീൻ ഈവൻ നമ്പർ. ദ ആർബിട്രൽ ട്രൈബ്യൂണൽ ഷാൽ കൺസിസ്റ്റ് ഓഫ് എ സോൾ ആർബിട്രേറ്റർ. ഓരോ പാർട്ടിക്കും ആർബിട്രേറ്റേഴ്സിൻ്റെ എണ്ണം തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അത് ഈവൻ നമ്പർ ആയിരിക്കണം, ഒറ്റ സംഖ്യ ആയിരിക്കണം. അപ്പോൾ നോട്ട് ബീൻ ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ ആവാൻ പാടില്ല. അപ്പോൾ അതൊരു ഒറ്റ സംഖ്യ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ആർബിട്രൽ ട്രൈബ്യൂണൽ ഉണ്ടായിരിക്കും. ട്രൈബ്യൂണൽ എന്നുള്ളൊരു വേർഡിൻ്റെ മീനിങ് ഏകദേശം കോർട്ട് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് വരിക. ഷാൽ കൺസിസ്റ്റ് ഓഫ് എ സോൾ ആർബിട്രേറ്റർ, അവിടെ ഒരു ആർബിട്രേറ്ററാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ആർബിട്രേറ്റർ ആണ്. എ പേഴ്സൺ ഓഫ് എനി നാഷണാലിറ്റി മേ ബി എൻ ആർബിട്രേറ്റർ അൺലെസ് അതർവൈസ് എഗ്രീഡ് ബൈ ദി പാർട്ടീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പാർട്ടീസ് തമ്മിലൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സമ്മതം ഉണ്ടായിരിക്കില്ല ഈ ഒരു ആർബിട്രേറ്ററിനെ വെക്കണം എന്നൊന്നും. അങ്ങനെയുള്ളൊരു കേസിൽ ഏത് രാജ്യക്കാരനും എന്തായിട്ട് അപ്പോയിൻ്റ് ആവാം, ആർബിട്രേറ്റർ ആവാം. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത്, ഇൻ ആൻ ആർബിട്രേഷൻ വിത്ത് 3 ആർബിട്രേറ്റേഴ്സ്, ഇപ്പോൾ ഒരു 3 ആർബിട്രേറ്റർ ഉള്ളൊരു ആർബിട്രേഷൻ കരാറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 2 പാർട്ടീസും ഉണ്ടായിരിക്കും, 3 ആർബിട്രേറ്ററും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പാർട്ടിക്ക്, ഇപ്പോൾ ബോത്ത് പാർട്ടീസിനും ഓരോ ആർബിട്രേറ്ററിന് വീതം എടുക്കാം. അപ്പോൾ ബാലൻസ് ആയിട്ടുള്ളൊരു ആർബിട്രേറ്റർ വരില്ലേ, ആ ഒരു ആർബിട്രേറ്റർ ആയിരിക്കും അവിടുത്തെ ഒരു പ്രിസൈഡിങ് ആയിട്ട് നിൽക്കുക. എന്ന് വെച്ചാൽ ഒരു അധ്യക്ഷ, കോമൺ ആയിട്ടുള്ള ഒരാളായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു അധ്യക്ഷയായിട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിൽക്കുക 3ാമത്തെ ആർബിട്രേറ്റർ ആയിരിക്കും. അടുത്തത് കൺസീലിയേഷനാണ്. ഇതിൻ്റെ മീനിങ്ങും മധ്യസ്ഥത എന്നാണ്. ഇവിടെ പറയുന്നത് ദ പാർട്ടീസ് ടു എ ഡിസ്പ്യൂട്ട് യൂസ് എ കൺസീലിയേറ്റർ, ഒരു കൺസീലിയേറ്ററിനെ യൂസ് ചെയ്യും. ഹു മീറ്റ് വിത്ത് ദ പാർട്ടീസ് സെപ്പറേറ്റ്ലി ഇൻ ഓർഡർ ടു റിസോൾവ് ദെയർ ഡിഫറൻസസ്. എന്നിട്ട് 2 പാർട്ടിയെയും സെപ്പറേറ്റ് ആയിട്ട് പോയി കണ്ട് 2 ആൾക്കാരുടെയും അഭിപ്രായങ്ങളൊക്കെ കേൾക്കും. എന്നിട്ട് ഇവരെ ആ പാർട്ടീസിന് ടെക്നിക്കൽ അസിസ്റ്റൻസും പിന്നെ
പൊട്ടൻഷ്യലായിട്ടുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാൽ പരിഹാരങ്ങളും കൊടുക്കും. ആൻഡ് ബ്രിങ് എബൌട്ട് എ നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റ്, എന്നിട്ട് ഒത്തുതീർപ്പ് നടപ്പിലാക്കും. ഈ ഒരു പ്രോസസ്സ് ഫ്ലെക്സിബിളാണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്ട്രക്ചേർഡ് ഫോർമാറ്റിലായിരിക്കും. എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു സ്ട്രക്ചറും അതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ കൺസീലിയേറ്റർ ട്രെയിൻഡും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതുപോലെ തന്നെ ബോത്ത് പാർട്ടീസിനും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തും. എന്നിട്ട് ആ ഒരു പാർട്ടീസിന് തീരുമാനം എടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് റിസ്ക് ഫ്രീ ആണ്. പിന്നെ ഒരു കൺസീലിയേറ്ററിനെയാണ് നമ്മൾ സാധാരണ അപ്പോയിൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ 2 പാർട്ടീസിനും അപ്പോയിൻറ്റ് ചെയ്യാം. ഇനി 3 കൺസീലിയേറ്ററുള്ള ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കൺസീലിയേഷനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ കൺസീലിയേറ്ററിനെ 2 പാർട്ടീസും പരസ്പരം സമ്മതിച്ചിട്ട് വേണം അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു കൺസീലിയേഷനിൽ 2 പാർട്ടീസിനും ഒരു ഡിസിഷനിലേക്ക് എത്തിയില്ല, ഈ ഒരു പ്രൊസീഡിങ്സ് പരാജയപ്പെടുകയാണെങ്കിൽ ദ പാർട്ടീസ് ക്യാൻ ദെൻ റിസോർട്ട് ടു ആർബിട്രേഷൻ. നമുക്ക് ആർബിട്രേഷൻ സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. അടുത്തത് മീഡിയേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു സെറ്റിൽമെൻ്റ് ആണല്ലോ. സെറ്റിൽമെൻറ്റ് മീൻസ് ഒരു മധ്യസ്ഥത വെച്ചിട്ട് സെറ്റിൽ ചെയ്യുക കോർട്ടിന് പുറത്ത്. അപ്പോൾ അതിൽ 3ാമത്തെയാണ് മീഡിയേഷൻ. ഇതൊരു ഇൻഫോർമലായിട്ടുള്ള പ്രോസസ്സാണ്. ഇത്രയും നേരം നമ്മൾ ഫോർമലായിട്ടുള്ള ഒരു പ്രോസസ്സ് പറഞ്ഞു. ഇതൊരു ഇൻഫോർമലായിട്ട് ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഒരു മീഡിയേഷനിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി, അതുകൊണ്ടാണ് അതിനെ ഇൻഫോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി അങ്ങനെയായിരിക്കും ഈ ഒരു മീഡിയേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുക. ദ മീഡിയേറ്റർ മേക്സ് നോ ഡിസിഷൻ ഓർ അവാർഡ്. ഈ ഒരു മീഡിയേറ്റർ ഒരു തീരുമാനം ഒന്നും എടുക്കില്ല. മീഡിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ടും അല്ലെങ്കിൽ ജോയിൻറ്റ് മീറ്റിങ്സും സെപ്പറേറ്റും നടത്തും, 2 പാർട്ടീസിനും ഒരുമിച്ച് വിളിപ്പിച്ചിട്ടുള്ള മീറ്റിങ്ങും നടത്തി ഫൈനലി ബോത്ത് പാർട്ടീസിൻ്റെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കും. ഈ ഒരു മീഡിയേഷൻ എന്ന് പറയുമ്പോൾ ക്വിക്കായിരിക്കും. അതുപോലെ അത്രയ്ക്കും സ്ട്രെസ്സും എക്സ്പെൻഡിച്ചറൊന്നും ഇല്ലാതെ തന്നെ കോമൺ ആയിട്ടുള്ള രീതിയിൽ പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്. The last one is law adelates. People courts have been established by the government to settle dispute by way of compromise. കോംപ്രമൈസിലൂടെ ഡിസ്പ്യൂട്ടെല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പീപ്പിൾ കോർട്ടാണ് ലോഗ് അദലറ്റ്സ്. ഇറ്റ് ഈസ് അനദർ വേ ഓഫ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മറ്റൊരു മാർഗം കൂടിയാണ്. ഇറ്റ് ഈസ് എ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതൊരു ജുഡീഷ്യൽ ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് എ സെപ്പറേറ്റ് സെറ്റിൽമെൻറ്റ് ഏജൻസി ഫോർ സോഷ്യൽ ജസ്റ്റിസ്. ഇത് സാമൂഹിക നീതിക്കായിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെറ്റിൽമെൻറ്റ് ഏജൻസി കൂടിയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ആക്സെപ്റ്റ് ഈവൻ പെൻഡിങ് കേസസ് ഇൻ ദ റെഗുലർ കോർട്ട്. റെഗുലർ കോർട്ടിലെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കേസസും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതാണ് ലോഗ് അദലറ്റ്സ്. ഈ ഒരു ലോഗ് അദലറ്റ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസൊക്കെ ധാരാളം വരാറുണ്ട്. ഇതോടുകൂടി ബിസിനസ് ലോ ആൻഡ് എത്തിക്സിലെ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റഡ് ആണ്. ബാക്കി ഇതിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ, ഹാവ് എ നൈസ് ഡേ.